നമസ്കാരം. മഞ്ചേശ്വരത്തെ ദമ്പതികളുടെ ആത്മഹത്യയിൽ ദുരൂഹത തുടരുന്നു. കഴിഞ്ഞ ദിവസത്തെ CCTV ദൃശ്യങ്ങൾ കൂടി പുറത്തു വന്നതോടെയാണ് സംഭവത്തിൽ കൂടുതൽ ദുരൂഹതകൾ ഉയരുന്നത്. ദമ്പതികളുടെ ആത്മഹത്യയ്ക്ക് പിന്നിൽ സാമ്പത്തിക ഇടപാടുകളെ തുടർന്നുള്ള തർക്കമെന്നാണ് സൂചന. ദിവസങ്ങൾക്ക് മുൻപ് അജിത്തിന്റെ ഭാര്യ ശ്വേതയെ വീടിന് അടുത്ത് വെച്ച് രണ്ടുപേർ മർദ്ദിക്കുന്ന ദൃശ്യങ്ങൾ പുറത്തു വന്നിരുന്നു. ഇങ്ങനെ മർദ്ദിച്ചത് രണ്ട് സ്ത്രീകളാണ്. ഇരുചക്ര വാഹനത്തിലെത്തിയ രണ്ട് സ്ത്രീകൾ ശ്വേതയെ തള്ളുന്നതും മുഖത്തടിക്കുന്നതും വ്യക്തമായി ദൃശ്യങ്ങളിൽ വ്യക്തമാണ്. എന്നാൽ സാമ്പത്തിക പ്രശ്നങ്ങളോ മറ്റോ ഉണ്ടായിരുന്നതായി രണ്ടുപേരും പറഞ്ഞിട്ടില്ലെന്നാണ് കുടുംബം വ്യക്തമാക്കുന്നത്. അതിനാൽ തന്നെയാണ് ഇരുവരുടെയും ആത്മഹത്യയിൽ കൂടുതൽ ദുരൂഹതകൾ ഉയരുന്നത്. അജിത്തും ശ്വേതയും മരിക്കുന്നതിന് ദിവസങ്ങൾക്ക് മുൻപാണ് രണ്ടുപേർ ശ്വേതയെ വഴിയിൽ തടഞ്ഞു നിർത്തി ചോദ്യം ചെയ്യുന്നത്. സമീപത്തെ വീട്ടിലെ CCTVയിൽ പതിഞ്ഞ ദൃശ്യങ്ങളിലുള്ള സ്ത്രീകൾ ആരാണെന്ന് വ്യക്തമല്ല. സാമ്പത്തിക ഇടപാടുമായി ബന്ധപ്പെട്ടാണ് ഈ തർക്കമുണ്ടായതെന്നാണ് സൂചന. സാമ്പത്തിക ബുദ്ധിമുട്ടുകളെക്കുറിച്ചോ മറ്റു പ്രയാസങ്ങളെക്കുറിച്ചോ അജിത്തും ശ്വേതയും അറിയിച്ചിരുന്നില്ലെന്ന് ബന്ധുക്കൾ പറയുന്നു. അജിത്ത് പെയിന്റിംഗ് ജോലി ചെയ്തിരുന്ന വ്യക്തിയും ശ്വേത സ്കൂളിലെ അധ്യാപികയുമായിരുന്നു. ദൃശ്യങ്ങൾ പുറത്തു വന്നതോടെ മരണത്തിലെ ദുരൂഹത ആരോപിച്ച് നാട്ടുകാർ രംഗത്തെത്തുകയായിരുന്നു. അജിത് കുമാറും ശ്വേതയും ചിലരിൽ നിന്ന് പണവും സ്വർണവും വാങ്ങിയതിന്റെ വൻ ബാധ്യതയുണ്ടായിരുന്നതായും ഇത് തിരികെ ചോദിച്ച് പലരും വീട്ടിൽ വരാറുണ്ടായിരുന്നതായി പോലീസിന് ചില സൂചനകൾ ലഭിച്ചിട്ടുണ്ട്. അന്വേഷണത്തിന്റെ ഭാഗമായി പോലീസ് സംഘം അജിത് കുമാറിന്റെ വീട്ടിലെത്തി ബന്ധുക്കളും നാട്ടുകാരും ഉൾപ്പെടെയുള്ളവരിൽ നിന്നും മൊഴിയെടുത്തിരുന്നു. വിവാഹ ആവശ്യത്തിനും അച്ഛന്റെ ചികിത്സയ്ക്കുമായി അജിത്ത് നേരത്തെ ലോൺ എടുത്തിരുന്നു. ഇവ തിരിച്ചടയ്ക്കാൻ സഹായിച്ചിരുന്നെന്ന് ബന്ധുക്കൾ അവകാശപ്പെട്ടിരുന്നു. സാമ്പത്തിക പ്രയാസം ഉണ്ടായിരുന്നോ എന്നും ആരാണ് മർദ്ദിച്ചത് എന്നത് കണ്ടെത്തണമെന്നുമാണ് നാട്ടുകാരുടെ ആവശ്യം. അജിത്തിന്റെയും ശ്വേതയുടെയും ഫോണിലേക്ക് തുടർച്ചയായി വിളിച്ചവരെ കേന്ദ്രീകരിച്ചും അന്വേഷണം പുരോഗമിക്കുകയാണ്. ആത്മഹത്യ പ്രേരണ കുറ്റം ചുമത്താൻ കുടുംബം പരാതി നൽകിയിട്ടില്ലെന്നും പോലീസ് വ്യക്തമാക്കി. പോസ്റ്റ്മോർട്ടം പൂർത്തിയാക്കി കഴിഞ്ഞ ദിവസമാണ് മൃതദേഹങ്ങൾ ബന്ധുക്കൾക്ക് വിട്ടു നൽകിയത്. കടമ്പാറയിലെ ഒരു സ്വകാര്യ സ്കൂളിലെ അധ്യാപികയായിരുന്നു ശ്വേത. കുട്ടികളോട് സ്നേഹത്തോടെയായിരുന്നു ശ്വേത പെരുമാറിയിരുന്നതെന്നും എപ്പോഴും ഉത്സാഹത്തോടെയും ചിരിയോടെയുമാണ് കണ്ടിരുന്നതെന്നും സഹപ്രവർത്തകരും പറയുന്നു. സ്കൂളിലെ എല്ലാ പരിപാടികളിലും സജീവമായിരുന്നതും അധ്യാപികയെ മാത്രമല്ല വിദ്യാർത്ഥികൾക്ക് നല്ലൊരു സുഹൃത്തായും ശ്വേത ഇടപെട്ടിരുന്നുവെന്ന് സഹപ്രവർത്തകർ പറയുന്നു. വീട്ടിലെ സാമ്പത്തിക ബുദ്ധിമുട്ടുകളോ വ്യക്തിപരമായ പ്രശ്നങ്ങളോ ഒന്നും തന്നെ പങ്കുവച്ചിരുന്നില്ല. എല്ലായ്പ്പോഴും സ്നേഹത്തോടെ തന്നെയായിരുന്നു ശ്വേത പെരുമാറിയിരുന്നതെന്നും അവർ പറയുന്നു. കഴിഞ്ഞ 6-ന് വൈകിട്ടാണ് സ്വകാര്യ സ്കൂളിലെ അധ്യാപികയായ ശ്വേതയും ഭർത്താവിനെയും വിഷമകത്തു ചെന്ന് അവശനിലയിൽ വീട്ടിൽ കണ്ടെത്തിയത്. നാട്ടുകാർ മംഗളൂരു ദേർലക്കട്ടയിൽ എത്തിച്ച ഇരുവരും ആശുപത്രിയിൽ വെച്ചാണ് മരിച്ചത്. 4 വയസ്സുള്ള മകനെ അജിത്തിന്റെ സഹോദരിയുടെ വീട്ടിലാക്കിയ ശേഷമായിരുന്നു ദമ്പതികൾ വിഷം കഴിച്ചത്. മഞ്ചേശ്വരം പോലീസാണ് കേസിനെക്കുറിച്ച് അന്വേഷണം നടത്തുന്നത്. ആത്മഹത്യയ്ക്ക് മുൻപ് ദമ്പതികൾ തങ്ങളുടെ കുട്ടിയെ അജിത്തിന്റെ സഹോദരിയുടെ വീട്ടിൽ വിട്ടിട്ടുണ്ടായിരുന്നു. അജിത്, ഭാര്യ ശ്വേത, അമ്മ പ്രമീള എന്നിവരായിരുന്നു വീട്ടിൽ താമസിച്ചിരുന്നത്. മാതാവ് ജോലിക്ക് പോയ സംഭവത്താണ് ദമ്പതികൾ വിഷം കഴിച്ചത്. തിങ്കളാഴ്ച നേരത്തെ വീട്ടിലെത്തിയ അജിത്തും ശ്വേതയും 4 വയസ്സുള്ള മകനെ കൂട്ടി ബന്ദിയോട്ടുള്ള സഹോദരിയുടെ വീട്ടിലെത്തി. ഒരു സ്ഥലത്തേക്ക് പോകാനുണ്ടെന്നും മകനെ അതുവരെ നോക്കണമെന്നുമായിരുന്നു അവരോട് പറഞ്ഞത്.